ഹലോ ഫ്രണ്ട്സ്, യുകെയിലെ വൈറ്റ് പേപ്പർ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം യുകെയിലെ PR ഇപ്പോഴും 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കുമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രപ്പോസൽ വന്നതിന് ശേഷം അതിനെതിരെ വലിയ രീതിയിലാണ് ആൾക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പം നടത്തിയ പെറ്റീഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 1,35,000-ഓളം പേര് ഓൾറെഡി സൈൻ ഇട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും തന്നെ സൈൻ ഇട്ട് കാണുമെന്ന് എനിക്ക് അറിയാം. കാരണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ ILR ഇപ്പോഴും PR കിട്ടുന്നത് 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റുക എന്നുള്ളത്. ഗവൺമെൻറ് എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല എന്നതാണ് ഇപ്പോഴും നമ്മളുടെ പ്രതീക്ഷ. കാരണം ഇവിടെ ലേബർ MP ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ അവരെ പാർലമെൻറ്റിലേക്ക് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. കാരണം പാർലമെൻറ്റിൽ ഡിബേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ MP തന്നെ ഈ ഒരു കറണ്ടിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വലിയ ഡിബേറ്റുകളും വലിയ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്കം വെളിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു നിയമം നിലവിൽ ഉള്ളവരെ ബാധിക്കത്തില്ല എന്ന് തന്നെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. ഏകദേശം 1,35,000-ഓളം പേര് ഓൾറെഡി ഈ പെറ്റീഷനിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു പെറ്റീഷനിൽ 1,00,000-ൽ കൂടുതൽ ആൾക്കാർ സൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് പാർലമെൻറ്റിൽ ഡിസ്കഷനിൽ വരും. മാത്രവുമല്ല മന്ത്രിസഭയിലും ഇത് ഡിസ്കഷൻ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കാര്യമായിട്ട് ഇതിൻ്റെ ഭാഗമായി തീർന്ന് എന്തായാലും വലിയ രീതിയിൽ ഇപ്പോഴും പെറ്റീഷൻ സൈനിങ് നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേ ഏകദേശം 1,35,000-ഓളം പേര് ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് ഇപ്പോൾ ഇതുപോലെയുള്ള കടുകട്ടിയായിട്ടുള്ള കുറച്ച് പ്രപ്പോസൽ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ റിഫോം പാർട്ടിയുടെ വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ്. എന്തുവരെ നെറ്റ് മിഗ്രേഷൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഇടിവ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം വളരെയധികം ഗുണം വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഏകദേശം അവർ 1,20,000-ഓളം പുതിയ ജോബുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. UK-യിൽ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാർ, അതായത് ബ്രിട്ടീഷ് സിറ്റിസൺസ്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവരുടെ മക്കളെ സംബന്ധിച്ചോളം വളരെയധികം ഗുണകരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വേക്കൻസികൾ ബ്രിക്ക്ലേയേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, അതുപോലെ തന്നെ സപ്പോർട്ട് വർക്കേഴ്സ്, അതായത് കെയർ വർക്കേഴ്സ്, അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഇപ്പോഴത്തെ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 2025-26 3 ബില്യൺ പൗണ്ടാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് UK-യിൽ നിന്നും ഇനിയിപ്പോഴത്തെ ഇൻ്റർനാഷണലി റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതെ UK-യിൽ ഉള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ ഒരു ജോലിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയം എന്ന് പറയുന്നത്. 19 വയസ്സിന് മുകളിലുള്ള HGV ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യാനായിട്ട് ഗവൺമെൻറ് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കുട്ടികളൊക്കെ ഒരു 18, 19, 20 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് വലിയ ബെനിഫിറ്റാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. കാരണം ഇനിയിപ്പോൾ അപ്രന്റീസ്ഷിപ്പ് കോഴ്സുകളൊക്കെ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തെളിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ UK-യിൽ നിൽക്കുന്ന ആൾക്കാരുടെ കുട്ടികളെ സംബന്ധിച്ചോളം അവരിപ്പോഴും ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഈവൻ ഒരു നേഴ്സായിട്ടോ ജോലി ചെയ്യാനായിട്ട് താല്പര്യം വരുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ IT എഞ്ചിനീയർ, ഇതേപോലെയുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഇതേപോലെയുള്ള പഠനത്തിലേക്കാണ് അവർ കൂടുതൽ ആൾക്കാരും പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് വളരെയധികം ഗുണകരമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഇപ്പോഴും ഈ ഒരു കെയർ വർക്കർമാരുടെ വലിയ വേക്കൻസികളാണ് UK-യിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോൾ UK-യിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാനായിട്ട് ഇത്രയും പണം മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് UK-യിലുള്ള സാധാരണ ആൾക്കാർ ഈ ഒരു ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ടൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാരെ 2, 3, 4 മാസം ട്രെയിൻ ചെയ്യുക, അതിന് സാലറി കൊടുത്തുകൊണ്ട് അവരെ ട്രെയിനിങ്ങിന് വേണ്ടുന്ന ഫുൾ എമൗണ്ട് ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടെന്ന് ആ ജോലിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു നയം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നെറ്റ് മിഗ്രേഷൻ കുറയുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള ജോലി ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള അപ്രന്റീസ്ഷിപ്പൊക്കെ ചെയ്യാതിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവരെ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്
ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ നയം. അപ്പോൾ നമ്മളെ അത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് പോസിറ്റീവായിട്ടും, പക്ഷേ ഇവിടേക്ക് വരാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അത് നെഗറ്റീവായിട്ടും. ഇനി ഇപ്പോഴേ UK വരാനിരിക്കുന്ന ഇപ്പോൾ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ ഒക്കെ എന്തായാലും UK വരാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ കാര്യത്തിലായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന PR 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആരും തന്നെ UK വരാനായിട്ട് സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. അതായത് നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ US പാനുള്ള അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവർ എക്സാം എല്ലാം പാസ്സായിട്ടുള്ള ആൾക്കാരാണ്. അവർക്കിപ്പോൾ UK വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം PR ഒക്കെ 10 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരാരും തന്നെ UK വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് UK ഈ ഒരു PR എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നവരെ ഈ ഒരു 5 വർഷം തന്നെ ആക്കും. അതേപോലെയൊക്കെ തന്നെ ഹൈലി സ്കിൽഡ് വർക്കേഴ്സ്, നേഴ്സസ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാലും 5 വർഷമായിരിക്കും ഇവർ നടത്താനായിട്ട് പോകുന്ന കാര്യം. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ UK കിട്ടാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടും. നമുക്കറിയാം ഈ ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴേക്കും ഇവിടുത്തെ NHS ഹോസ്പിറ്റലുകളിൽ എല്ലാം തന്നെ വേക്കൻസി വരും, നേഴ്സിംഗ് ഹോമുകളിലും വേക്കൻസി വരും. പക്ഷേ അത്രയും നേഴ്സസിനെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അവർ ഈ ഒരു നേഴ്സിംഗ് കോഴ്സുകൾ കൂട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു നേഴ്സിംഗ് കോഴ്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അടുത്ത 3 വർഷം കഴിയണം ഇവർക്ക് ഒരു പിന്നമ്പര് കെട്ടി തിരിച്ചിറങ്ങി വരണമെങ്കിൽ. അപ്പോൾ ഈ ഒരു 3 വർഷത്തിനിടയിൽ തന്നെ ഇവിടെ ആയിരക്കണക്കിന് വേക്കൻസികൾ വീണ്ടും വരും. അപ്പോൾ ആ സമയത്ത് ഇവർ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഏകദേശം 136 മില്യൺ പൗണ്ടാണ് ഇതേപോലെയുള്ള ടീച്ചേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോഴേ മാറ്റി വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ISC, അതായത് ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഏകദേശം ഒരു 32% ഇൻക്രീസ് ചെയ്തു. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണലി ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ഒരു എംപ്ലോയർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ നൽകേണ്ടുന്ന ഒരു കോൺട്രിബ്യൂഷനാണ് ഈ ഒരു 32% എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പൈസ മുടക്കി ഒരാളെ ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഇപ്പോഴും ഗവൺമെൻറ് കൂട്ടി. അതായത് നിങ്ങളിനിപ്പോൾ ഇൻ്റർനാഷണൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യരുത്. UK നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പുതിയ പുതിയ ജോലികൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിലൊക്കെ വന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ സ്കിൽഡ് ആൾക്കാരാണ് നാട്ടിൽ. പക്ഷേ ഇവിടെ അവർ പഠിച്ചവർ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. കാരണം ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസികളാണ് ഇപ്പോഴും ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇൻ്റർനാഷണൽ ആൾക്കാർ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ അവർ ട്രെയിൻ ചെയ്തായിരിക്കും ഇനിയിപ്പോൾ ആ ഒരു ജോലിയിലേക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ആ രീതിയിൽ നമുക്കൊരു നല്ല ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴേ UK നടക്കുന്നത്. നമ്മൾ മറ്റൊരു അപ്ഡേറ്റ് കാണുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.